ചെയ്യാൻ പോകുന്ന വെർബ് കോൺജുഗേഷൻ ആണ്. സോ പലർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ വളരെ ലളിതമായിട്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. ലോസ് ഗേറ്റ്. German language foundation course just for rupees 499. Course duration daily 90 minutes and in 10 sections. Course contents: alphabets, numbers 0 to 100 million, how to introduce oneself, countries and languages in German language, German for day-to-day usages such as greetings, months, objects, foods, etc. വെർബ് കോൺജുഗേഷന് ഈസി ആയിട്ടുള്ള കുറച്ച് മെത്തേഡുകൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു വെർബ് കോൺജുഗേഷൻ ചെയ്യുന്നത്, അതായത് ഫുൾ ഫോം ഓഫ് എ വെർബ്, അതായത് ഫോർ എക്സാമ്പിൾ മാഹൻ എന്നൊരു വെർബ് നമ്മൾ എടുത്തു. ഈ ഒരു മാഹൻ എന്ന വെർബ് വിത്തൗട്ട് കോൺജുഗേറ്റഡ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻഫിനിറ്റീവ് ഫോം ഓഫ് എ വെർബ്. സോ ഇൻഫിനിറ്റീവ് മീൻസ് ഫുൾ ഫോം. ഓക്കെ, ഒരു വെർബിന്റെ ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാഘൻ എന്ന വെർബ് ഇസ് ഇൻഫിനിറ്റീവ് ഫോം ആണ്. നമുക്ക് ഇതിപ്പം കോൺജുഗേറ്റ് ചെയ്യണം. കോൺജുഗേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ് അനുസരിച്ച് വേണം നമ്മൾ അതിനെ കോൺജുഗേറ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് റൂൾസ് നോക്കിയാലോ. ഫസ്റ്റ് റൂളാണ് റിമൂവ് ദ ഇഎൻ. ഓക്കെ, എന്താണ് ഫസ്റ്റ് റൂള്? ഇഎൻ നമ്മൾ കട്ട് ചെയ്ത് എഴുതണം. അതാണ് ഫസ്റ്റ് റൂള്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മാഹൻ എന്ന വെർബിന്റെ ഫസ്റ്റ് റൂൾ എന്താണ്? നമ്മളിപ്പോൾ പഠിച്ച വെർബ് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇഎൻ കട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് കിട്ടി മാക്ക്, MACH, ഇങ്ങനെ എനിക്ക് കിട്ടി. അപ്പം നമ്മുടെ ഫസ്റ്റ് റൂള് കഴിഞ്ഞു. രണ്ടാമത്തെ റൂൾ എന്ന് വെച്ചാൽ പുട്ട് ദ എൻഡിങ് അക്കോർഡിംഗ് ടു ദ റൂൾ. അതായത് നമ്മുടെ റൂൾ അനുസരിച്ച് ഞാൻ ഇനി അതിന്റെ എൻഡിങ്സ് ഇട്ട് കൊടുക്കണം. നമ്മുടെ സ്പെഷ്യൽ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ ഇഷ് ആണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇഷ് മീൻസ് ഞാൻ. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഇഷ് ആണ് എൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നുവെങ്കിൽ ഇഎൻ കട്ട് ചെയ്ത വെർബ് സ്റ്റാമ്പിൻ്റെ കൂടെ എനിക്ക് എന്ത് ആഡ് ചെയ്യണം? ഇ ആഡ് ചെയ്യണം. അപ്പം എന്തായി? ഇഷിൻ്റെ കൂടെ എന്താ എപ്പോഴും ആഡ് ചെയ്യാവുള്ളൂ? ഇ. ഓക്കെ, ഇനി ദു ആണ് എൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നുവെങ്കിൽ എൻ്റെ വെർബിൻ്റെ കൂടെ ഇഎൻ കട്ട് ചെയ്ത വെർബിൻ്റെ കൂടെ, അതായത് ആ വെർബ് സ്റ്റാമ്പിൻ്റെ കൂടെ ഞാൻ എന്ത് ആഡ് ചെയ്യണം? ST. എന്ത് ആഡ് ചെയ്യണം? ST. ഇഷിൻ്റെ കൂടെ ഇ വന്നു, ദൂവിൻ്റെ കൂടെ എന്താ വന്നത്? ST. ഓക്കെ, ഇനി SC, അവൻ, അവൾ, അത്. ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അവനോ അല്ലെ അവളോ അല്ലെ അതോ വന്നെങ്കിൽ ഞാൻ എൻഡിങ് ആഡ് ചെയ്യേണ്ട എന്താണ്? എൻ്റെ റൂൾ അനുസരിച്ച് ടി ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഓരോ എക്സാമ്പിളുകൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി വിയർ മീൻസ് ഞങ്ങൾ. ഓക്കെ, ഈ ഞങ്ങളാ എൻ്റെ സബ്ജക്റ്റ് ആണ്, എൻ്റെ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് ഞങ്ങളാ വന്നെങ്കിൽ ഞാൻ എന്ത് ഇടണം? എൻഡിങ് ഇയർ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ഇയർ മീൻസ് നിങ്ങളെല്ലാവരും. പ്ലൂറൽ ആണ്. ഇയർ ആണ് എൻ്റെ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വന്നെങ്കിൽ എൻ്റെ വെർബിന്റെ എൻഡിങ് എപ്പോഴും ടി ആയിരിക്കണം. ഓക്കെ, എന്തായിരിക്കണം? ടി. നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ C ഓർ സ്മോൾ c. ഇപ്പോൾ എൻ്റെ സെന്റൻസിന്റെ സബ്ജക്റ്റ് ക്യാപിറ്റൽ C, അതായത് താങ്കൾ എന്നോ ദൈ എന്നോ വന്നെങ്കിൽ ഞാൻ എൻ്റെ എൻഡിങ് എങ്ങനെ ഇട്ട് കൊടുക്കണം? എൻ്റെ വെർബിന്റെ EN. എന്താണ്? EN. സോ ഒന്നും കൂടെ നമുക്ക് റൂള് നോക്കാം. ഇഷിന്റെ കൂടെ എപ്പോഴും ഇ ആയിരിക്കും, ദൂവിന്റെ കൂടെ ST ആയിരിക്കും, സിയുടെ കൂടെ എപ്പോഴും വരേണ്ടത് ടി ആയിരിക്കും, ബിയറിന്റെ കൂടെ എപ്പോഴും വരേണ്ടത് എന്തായിരിക്കും? EN. ഇയറിന്റെ കൂടെ ടി. Study nursing in Germany with stipend. 1 lakh monthly stipend. Eligibility: +2 science, humanities, commerce with 70% marks. We offer German language A1 to B2. Admission process: travel assistance,
Contact CPTE for getting nursing admissions in Germany. Last one CC, capital C and small c, താങ്കൾ അല്ലെങ്കിൽ they. ഇതിന്റെ കൂടെ എപ്പോഴും വരേണ്ട എന്തായിരിക്കണം? en. ഓക്കെ, ഇതാണ് നമ്മുടെ റൂൾ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? കട്ട് ദ en കട്ട് ചെയ്ത് നമ്മൾ എഴുതണം. രണ്ടാമത്തത് അക്കോർഡിംഗ് ടു ദ റൂൾ അനുസരിച്ച് ഞാൻ അതിന്റെ എൻഡിങ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ റൂള് നമ്മൾ നോക്കിക്കഴിഞ്ഞു. നമുക്കിപ്പോൾ ഒരു വെർബ് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. മാഖൻ. ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു. അപ്പോൾ എങ്ങനെ ഒരു ഇഷ് എഴുതി എൻ്റെ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് ഈഷ്. സെക്കൻഡ് പൊസിഷൻ എപ്പോഴും വെർബ് ആയിരിക്കണം. മാഖൻ എന്ന വെർബാണ്. സോ ഇഷിൻ്റെ കൂടെ അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ് അനുസരിച്ച് എനിക്ക് എന്നെ കോൺജുഗേറ്റ് ചെയ്യണം. അപ്പോൾ മാഖൻ എന്ന വെർബിൻ്റെ en കട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി മാർക്ക്. ഇഷ് വന്നുകൊണ്ട് ഈ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പം എങ്ങനെ വരും? ഇഷ് മാഖെ. ദു വന്നപ്പോൾ മാർക്സ്ഡ്. മാഖൻ എഴുതി en കട്ട് ചെയ്തു. ദുവിൻ്റെ എൻഡിങ് എപ്പോഴും st ആയിരിക്കും. അപ്പോൾ എങ്ങനെയാകും? ദു മാർക്സ്ഡ്. അടുത്ത് RSC വരുമ്പോൾ മാർക്ഡ്, ബിക്കോസ് മാർക്ക് പ്ലസ് ടി. സോ RSCയുടെ കൂടെ വരുമ്പോൾ എന്താ ഇട്ട് കൊടുക്കേണ്ടത്? എൻഡിങ് എപ്പോഴും ടി ആയിരിക്കണം. നെക്സ്റ്റ് വിയർ വരുമ്പോൾ എന്ത് വരും? ഇൻഫിനിറ്റീവ് ഫോം സെയിം തന്നെയാണ്, കാരണം നമ്മൾ en ആയിരുന്നു ആഡ് ചെയ്യേണ്ടത്. സോ എന്താണ്? മാഖൻ. സെയിം, വിത്തൗട്ട് എനി ഡിഫറൻസ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഇയറിന്റെ കൂടെ വരുമ്പോൾ എന്ത് വരും? ടി ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം എന്ത് വരും? ഇയർ മാർക്ഡ്. ലാസ്റ്റ് വൺ സി വന്നപ്പോൾ സെയിം തന്നെ en ആണ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഷുഡ് ബി മാഖൻ. സോ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. കൗഫൻ. ഓക്കെ. കൗഫൻ എന്ന വെർബിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ടു ബൈ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഈഷ് കൗഫെ ദാസ് ബ്രോഡ്. ഞാൻ ബ്രെഡ് വാങ്ങിച്ചു. സോ ഇഷിന്റെ കൂടെ വന്നപ്പോൾ കൗഫെ എന്നായി. സോ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? വെർബ് കോൺജുഗേഷൻ പഠിച്ചിരിക്കണം. ഈഷ് കൗഫെ. കൗഫൻ എന്ന വെർബിന്റെ en കട്ട് ചെയ്തപ്പോൾ എന്തായി മാറി? കൗഫ്. KAUF. ഇഷ് വന്നപ്പോൾ ഞാൻ ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ എന്ത് പറഞ്ഞത്? ഇഷ് കൗഫെ ദാസ് ബ്രോട്ട്. ഇനി എനിക്ക് പറയണം, നീ ബ്രോട്ട് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയായി ദു കൗസ്റ്റ് ദാസ് ബ്രോട്ട്. എന്തുകൊണ്ടാണ്? കൗഫൻ എന്ന വെർബ് ദുവിൻ്റെ കൂടെ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ en കട്ട് ചെയ്ത് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? st ഇട്ട് കൊടുക്കണം. സോ എങ്ങനെയായി? ദു കൗസ്റ്റ് ദാസ് ബ്രോട്ട്. ഇനി അവൻ, അവൾ, അത്. എനിക്ക് പറയണം, അവൻ ബ്രോട്ട് വാങ്ങിച്ചു, അതായത് അവൻ ബ്രെഡ് വാങ്ങിച്ചു. അപ്പൊ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? കൗഫ്റ്റ് ദാസ് ബ്രോട്ട്. എന്തുകൊണ്ടാണ് ഇവിടെ കൗഫ്റ്റ് വന്നത്? കൗഫൻ എന്ന വെർബിന്റെ en കളഞ്ഞിട്ട് RSC വരുമ്പോൾ ഞാൻ എന്താ ആഡ് ചെയ്യേണ്ട? എൻഡിങ് ആയിട്ട് ടി ആണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? കൗഫ്റ്റ്. അടുത്ത വിയർ വരുമ്പോൾ എന്തായി മാറും? കൗഫൻ. ഓക്കെ. ഇയർ വരുമ്പോൾ കൗഫ്റ്റ്. ഇനി ക്യാപിറ്റൽ C സ്മോൾ c ഇതിന്റെ കൂടെ വരുമ്പോൾ സെയിം തന്നെ ഇൻഫിനിറ്റീവ് ഫോം, ബിക്കോസ് നമ്മൾ എൻഡിങ് ആയിട്ട് ആഡ് ചെയ്യേണ്ട en ആണ്. സോ കൗഫൻ സെയിം തന്നെയാണ്. സോ ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് വെർബ് കോൺജുഗേഷൻ. വെർബ് കോൺജുഗാസിയോൺ എന്ന് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ പറയാം. സോ എന്താണ് വെർബ് കോൺജുഗേഷൻ എന്ന് വെച്ചാൽ, നമ്മുടെ വെർബിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുകയാണ് അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ് അനുസരിച്ച്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത്, ഞാൻ ബ്രെഡ് വാങ്ങിച്ചു, നീ വാങ്ങിച്ചു. ഇവിടെയെല്ലാം സബ്ജക്റ്റിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് വെർബ് എപ്പോഴും കോൺജുഗേറ്റഡ് ആയിരിക്കണം നമ്മുടെ സബ്ജക്റ്റ് അനുസരിച്ച്. ഇതൊരു ഇമ്പോർട്ടൻ്റ് റൂളാണ് ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ്? വെർബ് കോൺജുഗേഷൻ ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇഷിൻ്റെ കൂടെ വരുമ്പോൾ എപ്പോഴും ആയിരിക്കണം. ദു st ആയിരിക്കണം. RSC എപ്പോഴും ടി ആയിരിക്കണം. ഇയർ എപ്പോഴും ടി ആയിരിക്കണം. CC എപ്പോഴും en ആയിരിക്കണം. സോ ഞാൻ ബ്രൗഖൻ എന്ന വെർബ് നിങ്ങൾക്ക് തരാം. ബ്രൗഖൻ എന്ന വെർബിന്റെ അർത്ഥം ടു നീഡ്. ഫോർ എക്സാമ്പിൾ, ഇഷ് ബ്രൗഖെ einen കമ്പ്യൂട്ടർ. എനിക്കൊരു കമ്പ്യൂട്ടർ വേണം. ഐ നീഡ് എ കമ്പ്യൂട്ടർ. അപ്പോൾ
Germany. German language coaching A1 to B2 level. Skill development program for the nurses interested to become a registered nurse in Germany. Skill development programs such as human anatomy in German language, German culture, society, geography and economy. Basic German laws which a nurse should know.